ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. ഈ ഒരു വീഡിയോ ഞാൻ ഒരു 2:30-3 മണി ഏകദേശം ആ ഒരു നേരത്താണ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ടില്ലേനു. പിന്നെ എനിക്ക് എന്തായാലും വർക്ക് ഉണ്ട്, അപ്പോൾ പിന്നെ അങ്ങനെ വീഡിയോ ആക്കിയിട്ട് എടുക്കാമെന്ന് കരുതി. ഇങ്ങനെ എന്തെങ്കിലും വർക്കൊക്കെ ഉള്ള ഡേ ഇൻ മൈ ലൈഫാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ചോദിക്കും വർക്കൊന്നും ഇല്ലാത്ത നോർമൽ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുക എന്നുള്ളത്. ഇനി ഒന്നുമില്ലാത്ത നോർമൽ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുകയാണെങ്കിൽ നിങ്ങളെ ക്രാഫ്റ്റും വർക്കൊക്കെ കാണിക്കുമോ, അതുള്ള ഡേ ഇൻ മൈ ലൈഫ് ഇടുമെന്ന് ചോദിച്ചിട്ടും കമൻറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടും ഇടും കേട്ടോ. ഇടയ്ക്കിതും ഇടയ്ക്കതും അങ്ങനെ ആയിട്ടാണ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഒരാളുടെ ഇഷ്ടം മാത്രം നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും നമ്മുടെ വ്യൂവേഴ്സ് ആയതുകൊണ്ട് എല്ലാവരും പറയുന്ന ടൈപ്പ് വീഡിയോസ് ഇടണം എന്നാണ് ഞാൻ വിചാരിക്കണേ. ഇതിപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് തന്നിട്ടുള്ള ഓർഡറാണ്. എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആൾക്ക് ഇതേപോലെ കുറച്ച് മിനി പോളറോയിഡ്സും ഇത് ഹാങ് ചെയ്യാനുള്ള ക്ലിപ്സും ത്രെഡും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വാൾ പോസ്റ്റേഴ്സും കൂടെയാണ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോളറോയിഡ്സൊക്കെ ഞാൻ തലേന്ന് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും കുറച്ച് സമയം കിട്ടിയപ്പോൾ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം തന്നെ ഞാൻ മിനി പോളറോയിഡ്സ് ഒന്ന് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം പിന്നെ വാൾ പോസ്റ്റേഴ്സും കൂടെ ഒന്ന് പാക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഓല് പറഞ്ഞിട്ടുള്ളത് കുറച്ച് മോട്ടിവേഷണൽ ഇൻസ്പയറിങ് കോട്ട്സ് തന്നെയാണ്. അത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ളത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാൻ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൈപ്പ്. അപ്പോൾ ഞാൻ അത് നോക്കിയിട്ട് ഇതേപോലെ കുറച്ചധികം കളർഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ അധികം ആൾക്കാരും പേസ്റ്റൽ ഷെയ്ഡ്സും എസ്തെറ്റിക് വൈബിലുള്ളതൊക്കെയാണ് പറയലുള്ളത്. പക്ഷേ ഇതിനോട് കുറച്ച് കളർഫുൾ ആയിട്ടുള്ളതാണ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതും ഒന്ന് ഈ മിനി പോളറോയിഡ്സ് പാക്ക് ചെയ്ത പോലെ തന്നെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലൊക്കെ സജഷൻസൊക്കെ എന്തായാലും നിങ്ങളൊന്ന് പറഞ്ഞു തരണം കേട്ടോ. കാരണം ഞാൻ ഇപ്പോൾ ലോങ് വീഡിയോസ് ഇടുന്നത് കുറച്ച് കുറവാണല്ലോ ആദ്യത്തേന് വെച്ച് നോക്കുകയാണെങ്കിൽ. ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലും ഡെയിലിയൊക്കെ ഇടാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെ ഇട്ടിട്ടും എനിക്ക് എന്തോ വ്യൂസ് ഭയങ്കര കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഉണ്ടായതിന് അത്രയും വ്യൂസ് ഇല്ല. പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യണവർ കുറേ കമൻസും ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്. അതും ഒന്നും കാണാനില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും ഞാൻ ഇടുന്ന വീഡിയോസിന് പ്രശ്നമുണ്ടോ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് എങ്ങനെ നോക്കിയാലും എൻ്റെ വീഡിയോസ് എല്ലാം ഒരേപോലെ തോന്നുള്ളൂ. പക്ഷെ നിങ്ങൾ കാണുന്നവർക്കല്ലേ മനസ്സിലാവും എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മാറ്റാനുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമായിട്ടല്ല, അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇനിയിപ്പോൾ ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അതും പറയാം. അങ്ങനെ വാൾ പോസ്റ്റേഴ്സും റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ആഡ് ചെയ്യാനുള്ളത് കുറച്ച് വുഡൻ ക്ലിപ്സ് വേണം. അതേപോലെ അത് ഹാങ് ചെയ്തിടാനുള്ള ക്ലിപ്പ് ചെയ്തിടാനുള്ള ജൂട്ടിൻ്റെ ടോയിനും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫോട്ടോസിൻ്റെ എണ്ണം ഫോട്ടോസ് 35 ആണല്ലോ. അപ്പോൾ ക്ലിപ്പും കറക്റ്റ് 35 വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാലും ഞാനൊന്ന് എണ്ണി കൺഫേം ചെയ്തിട്ടാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒരു ബോക്സിലിട്ടിട്ടാണ് ഞാൻ കൊറിയർ ചെയ്യാമെന്ന് വിചാരിക്കണേ. കാരണം ഈ ക്ലിപ്പും ടോയിനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പാക്ക് ചെയ്താലും അങ്ങോട്ട് ശരിയാവില്ല. അപ്പോൾ ബോക്സ് കറക്റ്റ് അളവിലുള്ളത് കിട്ടിയോണ്ട് ഞാൻ അതിലിട്ടിട്ട് കൊടുക്കാമെന്ന് കരുതി. ചിലപ്പോൾ കുറേ തപ്പിയാലും ഇങ്ങനത്തെ ഒരു കറക്റ്റ് അളവിലുള്ള ബോക്സ് കിട്ടില്ല. ചില സമയത്താണെങ്കിൽ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ കറക്റ്റ് കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ കറക്റ്റ് അളവിലുള്ളൊരു ബോക്സ് കിട്ടിയിട്ടുണ്ട്. ഇതായതുകൊണ്ട് തന്നെ ഇനി നമുക്കിത് ഓരോന്നും സെപ്പറേറ്റ് ബബിൾ റാപ്പർ യൂസ് ചെയ്ത് റാപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല കട്ടിയുള്ള ബോക്സ് ആണല്ലോ. അപ്പോൾ ഇതിലിട്ടിട്ട് ഇങ്ങനെ ബോക്സ് നല്ല രീതിയിലൊന്ന് പാക്ക് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാനൊരു ടേപ്പ് യൂസ് ചെയ്തിട്ട് ആ ബോക്സിൻ്റെ ഫുൾ സൈഡും ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം സൈഡൊക്കെ ഇങ്ങനെ വിട്ടു പോരണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഡെസ്കും ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ നേരെ അടുക്കളയിൽ പോയിട്ട് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസമായി കോൺ ഇങ്ങനെ വാങ്ങിയിട്ട്. അപ്പോൾ എപ്പോഴും ഈ സ്വീറ്റ് കോൺ വാങ്ങുന്ന സമയത്ത് സാധാരണ നമ്മൾ ബട്ടർ ഇട്ടിട്ട് ഉണ്ടാക്കൂലേ, അങ്ങനെ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ബട്ടറൊന്നും ഇടാണ്ട് ഉപ്പിട്ട് മാത്രം വേവിച്ചിട്ട് കഴിക്കാം കേട്ടോ ചെയ്യലുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ കാലമായിട്ട് പിൻട്രസ്റ്റിൽ കാണുന്നുണ്ട് ഈ സ്വീറ്റ് കോൺ വെച്ചിട്ട് പിസ്സ പോലെ ഉണ്ടാക്കും, അല്ലെങ്കിൽ സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കുക ബ്രെഡ് യൂസ് ചെയ്തിട്ട്, അങ്ങനെയൊക്കെ ചീസൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നാണെങ്കിൽ ഇവിടെ ചീസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അങ്ങനെ ആ ഒരു സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കി നോക്കാമെന്നുള്ളത്. പൊതുവേ നമുക്ക് ഈ വെജിറ്റബിൾ സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല, പക്ഷേ എനിക്കെന്തോ അതൊരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ഇട്ടോ തോന്നലുള്ളത്. പക്ഷേ നമ്മളിങ്ങനെ ചീസും ബട്ടറൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഞാൻ അതിന് മുന്നേ ഒരു പ്രാവശ്യം വെജിറ്റബിൾ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ കൂടുതലും കോണാണ് ഇട്ടിടുന്നത്. കോൺ സാൻഡ്വിച്ച് എന്നൊക്കെ വേണമെങ്കിലും പറയാം.
പിന്നെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കുറച്ച് വെജിറ്റബിൾസും ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ക്യാപ്സിക്കവും ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഉള്ളതൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന്. കാരണം ഇത് നമ്മളിനി എണ്ണയിൽ വാട്ടുക അങ്ങനെയൊന്നും ചെയ്യണില്ല, വേവിക്കാതെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഈ ക്യാരറ്റൊക്കെ വലിയ വലിയ പീസാകുമ്പോൾ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതെല്ലാം കൂടെ ഈ കോണും ബാക്കിയുള്ള എല്ലാ വെജീസും എല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുറേ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയും വേണ്ടല്ലോ, ഇത്രയും ഇനി ബാക്കിയുള്ള ഐറ്റംസും കൂടി ഇതിൽ കിട്ടാൽ പിന്നെ അത് വേസ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് കുറച്ച് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വെറുതെ സാലഡ് പോലെ അങ്ങനെയൊക്കെ കഴിക്കാമല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ഒറിഗാനോ ഉണ്ടായിരുന്നു, അതും പിന്നെ ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെഡാർ ചീസാണ്. അപ്പോൾ അതിങ്ങനെ ബ്ലോക്ക് ആയിട്ടാണല്ലോ വാങ്ങാൻ കിട്ടുക, അതുകൊണ്ട് ഞാനിങ്ങനെ അതും ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ അതിന് മുകളിൽ ഗ്രേറ്റ് ചെയ്തപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിക്കുക, പിന്നെ അങ്ങോട്ട് പോരാത്ത പോലെ അങ്ങനെ ആകെ ഇടങ്ങാറായി അതിനെക്കൊണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞു പീസായി കട്ട് ചെയ്തിട്ടാണ് ബാക്കിയുള്ളത് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ എനിക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം ഒന്ന് സാൻഡ്വിച്ച് ആക്കി എടുത്താൽ മതി. അപ്പോൾ അതിന് കുറച്ച് അധികം ബട്ടർ തന്നെ ആക്കിയിട്ടാണ് കേട്ടോ ബ്രെഡ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ ബട്ടറിൽ ടോസ്റ്റ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഞാനിപ്പോൾ 4 ആൾക്കുള്ളതാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഇനി രണ്ടാമത്തെ ട്രിപ്പും ഇടണ വരെ വെയിറ്റ് ചെയ്യാനാവില്ല, മടി ആയതുകൊണ്ട് വിശക്കണോണ്ടൊക്കെ ഞാൻ വേഗം ഈ 4ഉം ഇതിലിങ്ങനെ കുത്തിക്കൊള്ളിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ. ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ എല്ലാം ഉണ്ടാക്കാന്നുള്ള രീതിക്ക് അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിന് മുകളിൽ വേറെ സ്പ്രെഡോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യണില്ല, കാരണം എല്ലാം നമ്മൾ ഈ ഒരു മിക്സിൽ ഇട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് ഈ ഒരു ബ്രെഡിൽ വെച്ചിട്ട് വേറൊരു ബ്രെഡ് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ചീസും നമ്മൾ ഓൾറെഡി ഇട്ടുകൊണ്ട് വേറെ ചീസൊന്നും ഇടണില്ല. എന്നിട്ട് ആ മുകളിലെ ബ്രെഡുമ്മലും കൂടെ കുറച്ച് ബട്ടർ ആക്കിയിട്ട് അതും ഒന്ന് അപ്പുറം മറിച്ചിട്ട് ടോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യണത്. ഇത് മറിച്ചിടാൻ കുറച്ച് പണി ഉണ്ടായിരുന്നു, കാരണം എല്ലാം ഇങ്ങനെ കുത്തി തിരികെ വെച്ചതല്ലേ, വേറെ സ്പേസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മറിച്ചിടാണ് ചെയ്തത്. അങ്ങനെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടോടെ ഇങ്ങനെ മുരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് കഴിക്കണം കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ആ ചീസും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എനിക്കും പിന്നെ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഈ കോണൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറേ ദിവസമായിട്ട് മാറ്റി വെച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് 2 പലാസോ പാൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ പറഞ്ഞാൽ ഒരു 2 മാസമൊക്കെ ആയി. ഫാമിലി പോയപ്പോൾ അങ്ങനെ വാങ്ങിയതേനു. അപ്പോൾ ഇത് രണ്ടും അന്ന് അവിടെ നമ്മളിങ്ങനെ പലാസോ പാൻ്റ് ഒന്നും വാങ്ങുന്ന സമയത്ത് ട്രയൽ ചെയ്ത് നോക്കൂലല്ലോ, കാരണം ഡെയിലി യൂസിന് വേണ്ടി വാങ്ങണമെന്ന് അങ്ങനെ ട്രയൽ ചെയ്യൂലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഇവിടെ ബാക്കിയുള്ള വേസ്റ്റിൻ്റെ അവിടേക്ക് കറക്റ്റാണ്, പക്ഷേ ലെങ്ത്ത് അത്യാവശ്യം നല്ലോണം ഉണ്ട്. എനിക്കാണെങ്കിൽ ഇത്രയും ലെങ്ത്ത് ഉള്ളത് ഇഷ്ടമല്ല, കാരണം നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് പിന്നെ ഉള്ളു എടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് വിചാരിച്ചിട്ട് എനിക്കിത് ഇടാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും ഇടലുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ കാലമായി വിചാരിക്കണം ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് മടക്കി അടിക്കണം എന്നുള്ളത്. അങ്ങനെ മടി പിടിച്ച് മാറ്റി വെച്ചതേനു. ഇന്നിപ്പോൾ എന്തായാലും അതുകൊണ്ട് ചെയ്യാമെന്ന് കരുതി. എനിക്ക് വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പലാസോ പാൻസ് യൂസ് ചെയ്യാനാണ് കുറച്ചും കൂടെ ഇഷ്ടം. അതാണ് കുറച്ചും കൂടെ കംഫർട്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളു കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിലൊക്കെ നമുക്ക് പാൻറ്റ് കയറ്റി വെച്ചിട്ടൊക്കെ കാല് കഴുകാനൊക്കെ ഇങ്ങനത്തതാണല്ലോ കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ആദ്യം ഏകദേശം ഒരു 2 ഇഞ്ചോളൊക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് മടക്കി അടിക്കും കൂടെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കയറും. അതുകൊണ്ട് തന്നെ അതും കൂടെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ അളവ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് എന്താണെന്നറിയില്ല, വേറെ പുതിയ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ പുതിയ ക്ലോത്ത് കട്ട് ചെയ്ത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുക അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതായത് ഒരു മുഴുവൻ ഡ്രസ്സുമ്പോൾ പണിയെടുക്കാൻ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ ഓൾട്ടർ ചെയ്യുക, വലിപ്പം കുറക്കുക, കൂട്ടുക, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഭയങ്കര മടിയാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മടിയായിട്ട് മാറ്റി വെച്ച് ലാസ്റ്റേ ചെയ്യുള്ളൂ. എന്തെങ്കിലും കീറിയത് അടിക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതേപോലെ ഷേപ്പ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് ചെയ്യാൻ. അങ്ങനെ എന്തായാലും ഇത് രണ്ടും ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നൂല് നോക്കിയപ്പം ബ്ലാക്ക് ഇല്ല കേട്ടോ. ബ്ലാക്ക് ഇല്ല എന്ന് എനിക്ക് അറിയാമെന്ന്, പക്ഷേ ഞാൻ പിന്നെ അന്ന് വേറെ എന്തോ ബ്ലാക്ക് അടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ വിട്ടുപോയി വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അതിനൊരു ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട്, ബ്രൗൺ ആകുമ്പോൾ രണ്ടുക്കും ഓക്കെ ആവുമെന്ന് വിചാരിച്ച് അങ്ങനെ അതെടുത്തിട്ടാണ് പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയ പണിയൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇതൊന്ന് മടക്കി അടിക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരു പണി ഇതിം എടുക്കാമല്ലോ. ആകെ 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. അപ്പോൾ അതിനാണ് ഞാൻ ഇത്രയും ദിവസം ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടേന്.
അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മറ്റേതും കൂടെ ആ ബ്ലാക്കും കൂടെ ഞാൻ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് രണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റ് അളവാണ് കേട്ടോ, എനിക്ക് നല്ല പാകമായിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മെഷീനിൽ നിന്ന് ആ നൂലും ബാക്കി കത്രികയൊക്കെ എടുത്ത് വെച്ചിട്ട് അവിടെ കുറച്ച് നൂല് ഇതിങ്ങനെ കട്ട് ചെയ്തതിൻ്റെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്കി മേശമ്മൽ വെച്ചാണല്ലോ വെട്ടിയത്, അപ്പം മേശമ്മലും കുറച്ച് പൊടിയും ഇതിൻ്റെ ഈ കട്ട് ചെയ്ത പീസും ഒക്കെ ഉണ്ടായിരുന്നു, അതും ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ ബാക്കി വീഡിയോ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ മേശമ്മൽ വെച്ച് ഈ ഒരു ഓർഗനൈസർ നിങ്ങൾ കുറേ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഇതൊന്ന് ഡീക്ലറ്റർ ചെയ്യാമെന്ന് കരുതി, കാരണം ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഇതിലും ഉണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്തൊക്കെ ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ളത് മാത്രം വെക്കാമെന്ന് വിചാരിച്ചിട്ട്. ഈ ഫസ്റ്റ് ലെയറിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ക്ലീൻ ആക്കാനും ഒഴിവാക്കാനും ഉണ്ടാവില്ല, കാരണം അവിടെ ഞാൻ എൻ്റെ മെമ്മറി കാർഡ്സും അഡാപ്റ്ററും അങ്ങനത്തെ കാര്യപ്പെട്ട സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ വേറെ പേപ്പറും കാര്യങ്ങളൊന്നും അങ്ങനെ വെക്കാൻ വേണ്ടി നോക്കലില്ല. പിന്നെ എൻ്റെ ബോട്ടിൽ വാങ്ങിയപ്പോൾ കിട്ടിയ സ്റ്റിക്കറിൻ്റെ ഒരു ഷീറ്റ് അത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതിൽ ഞാൻ കൊറിയർ ചെയ്തതിൻ്റെ ബില്ലുണ്ട് കേട്ടോ. ഇതിലിങ്ങനെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ റീസെൻ്റ് ആയിട്ട് കൊറിയർ പോസ്റ്റ് ചെയ്തതിൻ്റെ ബില്ല് ഞാൻ ഇതിൽ വെക്കും. കാരണം അത് ബാക്കിയുള്ളതിൻ്റെ കൂട്ടത്തിൽ വെച്ചാൽ ചിലപ്പം കസ്റ്റമർ നമ്മളോട് ട്രാക്കിംഗ് ID ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ വരുമ്പോൾ ചോദിക്കുമ്പോൾ ഇത് ബാക്കിയുള്ള അതിൻ്റെ കൂട്ടത്തിൽ തപ്പിയാൽ ചിലപ്പോൾ കിട്ടൂല. അപ്പോൾ ഞാൻ അങ്ങനെ മാറ്റി വെക്കലാണ്. എന്നിട്ട് പിന്നെ അത് ഒരിക്കൽ കിട്ടി കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് എടുത്ത് മാറ്റും. അങ്ങനെ കുറച്ച് ബില്ലും പിന്നെ എൻ്റെ ആ വുഡൻ ക്ലിപ്സും സ്ക്രാപ്പ് ബുക്ക് റിങ്ങൊക്കെയാണ് ഈ രണ്ടാമത്തേലുണ്ടതിന്. അതിനും ആവശ്യമുള്ളതൊക്കെ എടുത്ത് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളതിൽ ഞാൻ ഈ പോളറോയിഡ്സിൻ്റെ ഇങ്ങനത്തെ കോഡ്സ് എഴുതിയിട്ടുള്ളതും പിന്നെ ഈ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ ഓരോന്ന് എഴുതിയിട്ടുള്ളതൊക്കെയാണ് കേട്ടോ വെക്കലുള്ളത്. അപ്പോൾ അത് തുറന്ന് നോക്കിയപ്പോഴാണ് ശരിക്കും എനിക്ക് പണി കിട്ടിയെന്ന് മനസ്സിലായത്. കാരണം ഇന്ന് രാവിലെ അപ്പാൻ്റെ ഒരു പ്രൊഡക്റ്റ് ഒരു മിനി പോളറോയിഡ്സ് തന്നെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ആഡ് ചെയ്യാനുള്ള ഒരു 7 ഫോട്ടോസോളം ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ച് മറന്നിട്ട് ബാക്കിയുള്ളതാണ് ഞാൻ പാക്ക് ചെയ്ത് അയച്ചിട്ടുള്ളത്. ഇതെങ്ങനെ ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഒരു ഡ്രോയറിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യാം. അങ്ങനെ ഈ ഡ്രോയറിൽ ഇട്ട് വെച്ചിരുന്നു തലേന്ന് രാത്രി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കൗണ്ട് ചെയ്തിട്ടാണ് ഇതിൽ ഇട്ട് കൊടുക്കുക. പിന്നെ പാക്ക് ചെയ്യാൻ നേരത്തെ നമ്മൾ എണ്ണാനൊന്നും നിൽക്കില്ല. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത സമയത്ത് ഇപ്പോൾ ഇതിൽ മിസ്സായിട്ടുള്ള ഫോട്ടോസൊക്കെ തല തിരിച്ച് വെച്ചുകൊണ്ട് അത് ഞാൻ കണ്ടിട്ടില്ല. വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനങ്ങനെ കാര്യമായിട്ട് നോക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ബാക്കിയുള്ളത് പാക്ക് ചെയ്ത് കൊടുത്തയച്ചും ചെയ്തു. പിന്നെ ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ എടുത്തപ്പോഴാണ് കേട്ടോ സത്യത്തിൽ അത് കണ്ടത്. ഇതിപ്പോൾ ഞാൻ ഇന്ന് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ അത് കണ്ടിട്ടുണ്ടാവില്ല. എന്തോ ഭാഗ്യത്തിന് ഇപ്പം എനിക്കത് ചെയ്യാൻ തോന്നി. അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് കസ്റ്റമറിന് അയച്ചിട്ട് ഇങ്ങനെ കാര്യം വോയിസ് അയച്ച് പറഞ്ഞ്. അപ്പോൾ ഓൽക്കാണെങ്കിൽ ഇത് അത്യാവശ്യമായിട്ട് കിട്ടേണ്ടതുമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ അയച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം കൊറിയർ ചെയ്ത് കഴിഞ്ഞില്ലേ. പിന്നെ ഓല് വേറെ ഒരു സെറ്റ് പോളറോയിഡും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് അർജൻറ്റ് ആയതുകൊണ്ട് ഇന്ന് അയച്ചതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ അയച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അത് സെറ്റായി. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് അതിൽ ഫോട്ടോസ് കണ്ടപ്പോൾ ഞാൻ പേടിച്ചിട്ടോ, ഇതിപ്പോൾ എങ്ങനെ ഇതിലെത്തിയത് എന്ന് വിചാരിച്ചിട്ട്. പിന്നെയാണ് എൻ്റെ അടുത്ത് തന്നെയാണ് തെറ്റ് പറ്റിയതെന്ന് മനസ്സിലായത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ താഴെയുള്ളതും കൂടെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിലും കുറേ പോളറോയിഡ്സും പിന്നെ ഈ വാൾ പോസ്റ്റേഴ്സും അതൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഡെസ്കിൽ ആവശ്യമില്ലാത്ത പേപ്പറൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കൊറിയർ ചെയ്ത സ്ലിപ്പൊക്കെ ഞാൻ ഒരു കവറിൽ ഇട്ടിട്ടാണ് വെക്കലുള്ളത്. ആ ഒരു കവറിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അമ്പിളി എന്നെ കാത്തിക്കേന് ഞാനൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം അവന് ചോക്കോസ് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി ചോക്കോസ് ഉണ്ടാക്കി തരുമോ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞ് നിൽക്കേനു. അങ്ങനെ ഓനക്ക് അത് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും അങ്ങനെ കാര്യമായിട്ട് വിശക്കണമൊന്നുമില്ല, ചോറുന്നാനുള്ള വിശപ്പൊന്നുമില്ല, വൈകുന്നേരം സാൻഡ്വിച്ചൊക്കെ കഴിച്ചുകൊണ്ട്. അപ്പോൾ അതന്നെ ചോക്കോസ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല കേട്ടോ ചോക്കോസ്. ഞാൻ എപ്പോഴെങ്കിലും കഴിക്കുള്ളൂ, റെയറായിട്ട് കഴിക്കും. ചോക്കോസ് ആയതുകൊണ്ടാണ്. കോൺഫ്ലേക്സ് ഒക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമാണ് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതെന്തോ എനിക്ക് വലിയ ഇഷ്ടമല്ല. പിന്നെ തണുത്ത പാലിലൊക്കെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് പിന്നെയും കഴിക്കലുള്ളത്. ഇത് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത പാലായതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു തണുത്ത പാലിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി 2 പാത്രത്തിലാക്കിയിട്ട് ആദ്യം ഓനക്ക് കൊണ്ടേ കൊടുത്തു. ഓന് കാർട്ടൂൺ കണ്ടിരിക്കേനു. അങ്ങനെ പിന്നെ ഞാനും റൂമിൽ കൊണ്ടുവന്നിട്ട് കഴിക്കുകയാണ്.
പിന്നെന്താ കാര്യമായിട്ട് അന്നൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാനങ്ങനെ ഫോണിലൊക്കെ കുറച്ച് നേരം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.